അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്നലെ ചെയ്ത വീഡിയോയുടെ തുടർച്ചയാണ്. ഇന്നലെ നമ്മൾ മുനാഫിഖ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു പഠന വിഷയം കൂടിയാണ്. അപ്പോൾ മുനാഫിഖ് എന്ന് പറയുമ്പോൾ മുസ്ലിം സൊസൈറ്റിയിലുള്ളവർക്കെല്ലാം അറിയാം, കപടവിശ്വാസം എന്നാണ് ഈ മുനാഫിഖ്. കപടവിശ്വാസിയെ പറയുന്ന പേരാണ് മുനാഫിഖ്. പക്ഷെ മറ്റുള്ളവർ കേൾക്കുമ്പോൾ അത് മനസ്സിലാവില്ല. എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ എന്താണ് മുനാഫിഖ് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇസ്ലാമിൽ മുഅ്മിൻ എന്ന ഒരു വിഭാഗമുണ്ട്. എന്ന് പറഞ്ഞാൽ വിശ്വാസി, ദൈവവിശ്വാസി. ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ പേരാണ് മുഅ്മിൻ. അതേപോലെ തന്നെയാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും എന്നാൽ അവർക്ക് ഒറിജിനൽ വിശ്വാസം ഇല്ലാത്തവരുമായ ആളുകളുണ്ട്. അവരുടെ പേരാണ് മുനാഫിഖ് അഥവാ കപടവിശ്വാസി. പിന്നെ ഒരു വിഭാഗമാണ് മുഷിരിക്ക്. മുഷിരിക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ പങ്കു ചേർക്കുന്നവരാണ്. അതായത് ദൈവം ഏകനാണ്, ആ ഒരൊറ്റ ദൈവത്തിൽ വേറെ ചില ആളുകളെ പങ്കു ചേർക്കുക. ഇപ്പം മുസ്ലിം സൊസൈറ്റിയിലാണെങ്കിൽ ദൈവത്തെ എങ്ങനെയാണ് പങ്കു ചേർക്കുക? മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുക. അത് ഷിർക്കാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് ജിന്ന്, പിശാജ്, ഏലസ് കെട്ടൽ, അഭൗതിക മാർഗങ്ങളിൽ ദൈവമല്ലാത്ത മറ്റു പലതിനെയും വിശ്വസിച്ച് അല്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് അഭൗതികമായ മാർഗത്തിൽ പ്രാർത്ഥനകളും ഒക്കെ ഫലിക്കും എന്നൊക്കെ വിശ്വസിക്കുന്നതാണ് ഷിർക്ക്. അവരെ നമ്മൾ വിളിക്കുക മുഷിരിക്ക് എന്നാണ്, ബഹുദൈവ ആരാധകർ. പിന്നെ നമ്മളിപ്പോൾ കാഫർ സ്ക്രീൻഷോട്ടിൻ്റെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അത് വിവരമില്ലായ്മയുടെ അർത്ഥമാണ്. കാഫർ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ദൈവനിഷേധിയെയാണ് പറയണത്. ഇവിടെ പലവരുടെയും വിചാരം മറ്റു മതസ്ഥരെയാണ് കാഫർ എന്ന് പറയുന്നതാണ്. മറ്റു മതസ്ഥരെ ഒരിക്കലും കാഫർ എന്ന് പറയില്ല. മതമില്ലാത്ത ദൈവനിഷേധികളെയാണ് കാഫർ എന്ന് പറയുന്നത്. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ അത് വെച്ച് സംസാരിക്കുമ്പോഴാണ് ഈ മുനാഫിക്കിൻ്റെ ലക്ഷണങ്ങൾ കൃത്യമായി നമുക്ക് വന്നു ചേരുക. പിന്നെ നമ്മൾ ബോഷ്കന്മാർ, സുഫഹാ പറഞ്ഞു. അവിടെ വെച്ചാണ് നമ്മൾ നിർത്തുന്നത്. അതായത് നിങ്ങളൊക്കെ വിശ്വസിക്കുന്നമായിരിക്കാണോ ഞാൻ വിശ്വസിക്കുക? അതായത് ഖുർആൻ പറയുന്ന ഒരു വിശ്വാസ രീതി ഉണ്ടല്ലോ, ആ വിശ്വാസ രീതിയൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യമല്ല. ഞാനതിൽ ഇന്നലെ വ്യക്തമായ ചില ഉദാഹരണങ്ങൾ പറഞ്ഞപ്പോൾ KT ജലീലിനെ പറഞ്ഞു. ശരിയാണ്. അതായത് വിശ്വാസികൾക്കാണ് സ്വർഗവും നരകമൊക്കെ ഖുർആൻ പറയണത്. വിശ്വാസമില്ലാത്തവരെ കുറിച്ചല്ലല്ലോ അത് പറയണത്. അപ്പോൾ വിശ്വാസമില്ലാത്ത മതനീരാസ പ്രസ്ഥാനത്തിൽ ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ, അവരൊക്കെ സ്വർഗത്ത് പോണില്ലെങ്കിൽ ഞാനും ആ സ്വർഗത്തിലേക്കില്ല എന്ന് പറയുന്നവനാണ് പക്ക മുനാഫിഖ്. അവർ പറയണതാണ് എന്ത്? നിങ്ങൾ മനുഷ്യർ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കൂ എന്ന് പറയുമ്പോൾ അനുമിനു കമാ ആമന സുഫഹ, ഞങ്ങൾ അങ്ങനെ ഈ ബോഷ്കന്മാരൊക്കെ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കുകയോ എന്ന് പറയുന്ന ഒരു വിശ്വാസം നമുക്ക് വരച്ച് കാണിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് ഇതിൽ KT ജലീൽ. ഞാൻ എല്ലാവരിലേക്കും പോകുമ്പോൾ അതാത് സമയത്ത് ഞാൻ ആളെ തന്നെ പറയും. കാരണം എന്താണ് നിഫാഖ്, എന്താണ് ഷിർക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പോസ്തലന്മാരെ നമ്മൾ കണ്ടെത്തണം. എന്താണ് കാഫർ എന്ന് പറയുമ്പോൾ നമ്മൾ ആരിഫ് ഹുസൈൻ്റെ കാര്യം നമ്മൾ പറയേണ്ടി വരും. മുഷിരിക്ക് എന്താണെന്ന് പറയുമ്പോൾ AP അബൂബക്കർ എന്ന ഉസ്താദ് എന്ന് പേരിട്ട് വിളിക്കുന്ന ഒരാളെ കുറിച്ച് നമ്മൾ പറയേണ്ടി വരും. AP അബൂബക്കറിനെ ഉസ്താദ് എന്ന് വിളിക്കുകയാണെങ്കിൽ ഷെയ്ത്താനെ നമ്മൾ ഉസ്താദ് എന്ന് വിളിക്കേണ്ടി വരും. എൻ്റെ സംഭാഷണം കൃത്യമായ രൂപത്തിലാണ്, ഖുർആനിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് പറയുമ്പോൾ ആർക്കും വേവലാതിയൊന്നും വേണ്ട. ഞാനത് കൃത്യമായി വിവരിച്ചു തരും. ഒന്നൊന്നായി ഞാൻ പറയാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അത് പറയാൻ തീരുമാനിച്ചതിൻ്റെ കാരണം പണ്ഡിതന്മാരാണ് ഇത് പറയേണ്ടത്.
ആ പണ്ഡിതന്മാർ അവരുടെ കർത്തവ്യം നിർവഹിക്കാതെ കസേരകൾക്ക് വേണ്ടിയും പണത്തിനു വേണ്ടിയും അന്നന്നത്തെ ജീവിത വിഭവങ്ങൾക്ക് വേണ്ടിയും ഇസ്ലാമിനെ ഒറ്റിക്കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അതിനാനുപാതികമായ രീതിയിൽ യഥാർത്ഥ ഇസ്ലാമിനെ, ഖുർആനിൽ എന്താണോ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അത് പറയുക. അത് പറയുമ്പോൾ ചില പണ്ഡിതന്മാരുടെ, ചില വ്യക്തികളുടെ സ്വഭാവം കൂടി അതിലേക്ക് ഉൾപ്പെടുത്തേണ്ടി വരും. അങ്ങനെ ഉൾപ്പെടുത്തുമ്പോൾ കമൻറ്റ് ബോക്സിലൊക്കെ പലതരം വൃത്തികെട്ട കമൻസും വരും. ഞാൻ അതൊക്കെ കേൾക്കാൻ തയ്യാറാണ്. ഖുലിൽ ഹഖ വലൗ കാന മുർറൻ. എത്ര കയ്പേറിയതാണെങ്കിലും സത്യം പറയണമെന്നാ. ആ സത്യം പറയുമ്പോൾ കയ്പേറിയ കുറേ അനുഭവങ്ങളുണ്ടാവും. അത് പറയുന്നെ വേണ്ടി വരും. ഇപ്പോൾ KT ജലീലിനെ തന്നെ ഉദാഹരണം. അദ്ദേഹം തിരൂരങ്ങാടിയിലൊക്കെ യത്തീംഖാനയിൽ പഠിച്ചു വന്ന ആളാണ്. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ യാത്രികനായിരുന്നു. അദ്ദേഹം സിമിയുടെ, സ്റ്റുഡൻറ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള അധികാരങ്ങളും കൈയേറിയ ഒരാളാണ്. അങ്ങനെ ആ സിമിയെ നിരോധിച്ചപ്പോഴേ അദ്ദേഹം മുസ്ലിം ലീഗിലേക്ക് കടന്നു വരുന്നു. അത് ഈ മുനാഫിക്കുകൾക്ക് അറിയപ്പെടുന്ന പ്രവാചക കാലഘട്ടത്തിലേ ഉള്ള രണ്ട് നേതാക്കന്മാരുടെ പേരാണ്. ഒന്ന് അബ്ദുല്ലാഹിബിനു സുലൂല്, ഒന്ന് അബ്ദുല്ലാഹിബിനു സബ. ഈ അബ്ദുല്ലാഹിബിനു സുലൂലാണ് മസ്ജിദുൽ ദിറാർ പണി കഴിപ്പിച്ചത്. അതായത് മുനാഫികൾ പള്ളി പണി കഴിപ്പിക്കും, പക്ഷെ അത് മസ്ജിദുൽ ദിറാറുകളാണ്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ എത്ര മസ്ജിദുൽ ദിറാർ ഉണ്ടെന്ന് എൻ്റെ അടുത്ത ഭാഗങ്ങളിലൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോവും. ആ മസ്ജിദിൻ്റെ അതിലേക്ക് നിസ്കരിക്കാൻ പ്രവാചകനെ ക്ഷണിച്ചു അബ്ദുല്ലാഹിബിന് സുലൂല്. അബ്ദുല്ലാഹിബിന് സബ അന്ന് അറേബ്യയിൽ മക്ക മദീനയിലെ മദീന ഭൂപ്രദേശത്തൊക്കെ ഞാനാണ് ഏറ്റവും വലുതായി വരുന്ന ആളെന്ന് വിശ്വസിച്ചിരുന്ന ആളാണ്. അപ്പോൾ ആ സ്ഥാനം കിട്ടാതെ വരുമ്പോൾ മുനാഫിക്കായി ഇസ്ലാമിൽ ഛിദ്രത ഉണ്ടാക്കാൻ ശ്രമിച്ചവരാണ്. കാരണം ഇസ്ലാമിനെ തകർക്കാൻ മറ്റൊരു ശക്തിക്കും സാധിക്കൂല, മുനാഫിക്കുകൾക്കേ സാധിക്കുള്ളൂ. എന്താന്ന് വെച്ചാൽ ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് അതിലേക്ക് വരികയും എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പം ഈ മുനാഫികൾ വിവരമില്ലാഞ്ഞിട്ടാണോ? അല്ല, അത്യാവശ്യം വിവരം ഉണ്ടാവും, പക്ഷെ അതൊന്നും അല്ല അവരെ പ്രശ്നം. ഇപ്പം അബ്ദുല്ലാഹിബ്നു സബ അദ്ദേഹം ഞാനാണ് ഏറ്റവും വലുത് എന്ന് പ്രതീക്ഷിച്ചതാണല്ലോ. അപ്പം ലീഗിൽ KT ജലീൽ പുറത്തേക്ക് പോയത് എന്താണ്? ഞാനാണ് യോഗ്യൻ എന്ന് സ്വയം തീരുമാനിക്കുകയാണ്. അപ്പം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളിൽ അദ്ദേഹം പുറത്തേക്ക് പോയി. അതേപോലെ തന്നെയാണ് അബ്ദുല്ലാഹിബ്നു സബവും. ഞാനാണ് ഏറ്റവും യോഗ്യൻ എന്ന് വിചാരിച്ചു ഇസ്ലാമിൽ എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ലല്ലോ. അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും യോഗ്യനായി വന്നപ്പോൾ അവിടെ ഉണ്ടായൊരു പ്രശ്നമാണ്. ഇവരെന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ പറഞ്ഞു പോയി ഇസ്ലാമിൽ ഫിത്തനകൾ ഉണ്ടാക്കി തീർക്കും. ഇസ്ലാം ഏതാണ്, അനിസ്ലാമികമായ പ്രവണത ഏതാണെന്ന് മനസ്സിലാക്കി തരില്ല. അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാക്കും. അതാണ് ഈ ഞാനൊരു സുഫഹാക്കളെ പോലെ, സുഫഹ എന്ന് പറഞ്ഞ ബോഷ്കന്മാർ, അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. ഇവരെ വേറൊരു പണി എന്താണെന്നറിയോ? ഖുർആൻ അതിൻ്റെ അടുത്ത അധ്യായത്തിലും അടുത്ത ആയത്തിൽ വിവരിക്കണം എന്താണെന്നറിയോ? ഇവർ മുസ്ലിങ്ങളെ കണ്ടാൽ പറയും, അല്ലെങ്കിൽ മുഅ്മിനുകളെ കണ്ടാൽ പറയും ഞാൻ മുഅ്മിനാണെന്ന്. പക്ഷെ മറഞ്ഞ് അവരുടെ കുറേ കൂട്ടാളികളുണ്ട്. അവരെ കണ്ടാൽ ഇവർ പറയും ഞങ്ങളൊപ്പാണ്, ഇന്നാമാക്കും ഇന്നമാനഹനു മുസ്തഹ്സിഊൻ, ഞങ്ങളോലെ കളിയാക്കുകയാണ് എന്ന് പറയും. അപ്പോൾ സമയം അധികരിപ്പിച്ചു, നിങ്ങളെ ബോറടിപ്പിക്കണില്ല. ആ കളിയാക്കലിനെ കുറിച്ചിട്ടുള്ള ആയത്ത് ഓതിക്കൊണ്ട് നാളെ ഞാൻ വീണ്ടും വരും. പ്രശ്നം ഉണ്ടാവും. ഇതിൻ്റെ അടിയിൽ വളരെ മോശമായ കമൻറ്റുകൾ ഉണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഖുലിൽ ഹഖ വലൗ കാന മുർറൻ, സത്യം പറയുക, എത്ര കൈപ്പേറിയതാണെങ്കിലും. ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കേണ്ട പണ്ഡിതന്മാർ ഇസ്ലാമിനെ പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിക്കാതിരിക്കുകയും പറയേണ്ടിടത്ത് പറയേണ്ടത് പറയാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ധർമ്മമാണ് അത് ഉച്ചസ്ഥരം വിളിച്ചു പറയുക എന്ന്. അതുകൊണ്ട് തന്നെ നാളത്തെ വീഡിയോയിൽ അടുത്ത ആയത്ത്
ഈ വിഷയവുമായി തന്നെ ഞാൻ പറയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.